ഇപ്പോൾ ഞങ്ങൾ 25 കുറയാത്ത വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ഗവൺമെൻറ്റുമായി ചേർന്നിട്ടാണ് നമ്മൾ. കാരണം ഞങ്ങൾ ഗവൺമെൻറ്റുമായി ചേരാതെ നിൽക്കേണ്ട കാര്യമില്ല, ഗവൺമെൻറ്റിനോട് താല്പര്യമുള്ളവരാണല്ലോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പ്രഖ്യാപിച്ച സമയത്തും ഞാനും സനോജും ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു പക്ഷേ വീട് കണ്ടെത്തേണ്ടി വരാം, അങ്ങനെയൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ അതും കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ 25 പറയുന്നത്. തൊട്ട് പിറ്റേ ദിവസം നമ്മളൊക്കെ പറയുന്ന പോലെ ലേലം വിളിക്കുന്ന പോലെ 30 വീടെന്ന് മറ്റവർ പറഞ്ഞു. ഞങ്ങൾ ഈ തെരുവിലിറങ്ങി, ആക്രി പെറുക്കി, കല്ല് ചുമന്നു, സാധനങ്ങൾ വിൽപ്പന നടത്തി. അതിൽ തന്നെ ചൂരൽമലയിലെ ജിതിൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അവിടുത്തെ മേഖലാ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ഷാജഹാൻ ഉൾപ്പെടെ ഒലിച്ചു പോയതാ. ആ ഷാജഹാൻ്റെ മോളാണ് നൈസ മോള്, നരേന്ദ്രമോദി വന്നപ്പോൾ. അങ്ങനെ ആ സാഹചര്യത്തിൽ ഈ ജിതിൻ വന്നിട്ട് ഞങ്ങളോട് ആദ്യം അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് നീക്കി വെച്ച പണം ഞങ്ങൾക്ക് തരിക. അതൊക്കെ ഒരു വല്ലാത്ത ഫീലാണ്. ഞങ്ങൾ പുറത്ത് ഇതിനൊരു പണവുമായി റെസീറ്റുമായി സാധാരണ ഞങ്ങൾ സമ്മേളനത്തിനൊക്കെ പിരിക്കുന്ന പോലെ ഇപ്പോൾ നിങ്ങൾ അത് സംഘടനയുമായി ബന്ധമില്ലാത്ത പുറത്തെ ആളുകളോട് പണമായിട്ടൊന്നും ഞങ്ങൾ പോയിട്ടില്ല, അങ്ങനെ ഒരു പിരിവേദിനം നടന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ അകത്തുള്ള ഞങ്ങളുടെ സഖാക്കൾ ഇതുപോലെ നീക്കി വെച്ച പണം, പിറന്നാളിന് നീക്കി വെച്ച പണം, ചിലപ്പോൾ അവരുടെ ഒരു റിങ്, അതൊക്കെ തന്നിട്ടുണ്ട്. റിങ്, മാല, ഞങ്ങൾ ഉള്ളിൽ തന്നെ അങ്ങനെ മൊബിലൈസ് ചെയ്യണം. അതൊരു വല്ലാത്ത താല്പര്യത്തോടു കൂടി ആളുകൾ ഇറങ്ങുക. ഞങ്ങൾ 20 കോടി 40 ലക്ഷം രൂപ കളക്ട് ചെയ്തു ഈ കേരളത്തിൽ നിന്ന്. എന്നാൽ നിങ്ങളൊക്കെ മീഡിയ സ്പേസ് കൊടുക്കുന്ന മറ്റൊരു സംഘടനക്ക് അവർ പിരിച്ചതും അവർ പറഞ്ഞതിനോട് ഒരിക്കലും നീതി പുലർത്താൻ പറ്റാത്ത ഒരു സംഖ്യയാണ്. ആദ്യം പറഞ്ഞത് 86 ലക്ഷം, അവസാനം അവർ കൊടുത്തത് 1 കോടിയാണ്. അതാ വ്യത്യാസം. അത് ഞങ്ങളുടെ ഒരു സംഘടനയുടെ ഒരു ഫലവും അതിനു വേണ്ടിയിട്ട് ഇങ്ങ് ഇറങ്ങാനുള്ളൊരു മനസ്സുമാണ്.